ലിജുവിന്റെ ഭൂരിപക്ഷ പ്രവചനം. യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ കേസ്. കായംകുളത്തെ UDF സ്ഥാനാർത്ഥി ലിജുവിന്റെ ഭൂരിപക്ഷ പ്രവചന മത്സരം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുത്ത പോലീസ്. യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ആകാശ് തഴയശ്ശേരിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഭൂരിപക്ഷം ശരിയായി പ്രവചിക്കുന്ന ആൾക്ക് 10,001 രൂപയാണ് സമ്മാനം പ്രഖ്യാപിച്ചിരുന്നത്. ഫേസ്ബുക്ക് വഴിയാണ് ഈ പ്രവചന ചലഞ്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് നടത്തിയത്. നിരവധി ആളുകൾ ഇതിന് കമന്റുമായി എത്തിയിട്ടുമുണ്ട്. ഇതിന് 3 നിബന്ധനകളും നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച ശേഷം കൃത്യമായ പ്രവചനം നടത്തിയ വ്യക്തിയെ പ്രഖ്യാപിച്ച് സമ്മാനം നൽകുകയും ചെയ്യുമെന്നും അറിയിച്ചിരുന്നു. മെയ് 3-നായിരുന്നു പ്രവചനത്തിനുള്ള അവസാന തീയതി. ഈ സാഹചര്യത്തിലാണ് ആകാശിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കൊല്ലത്തെ ഗുണ്ട അസോസിയേഷൻ യോഗം. കെട്ടിടം സീൽ ചെയ്ത് പോലീസ്. ജില്ലയിൽ ഗുണ്ട നേതാക്കൾ അസോസിയേഷൻ ഓഫീസ് തുറക്കാൻ ഉദ്ദേശിച്ച കെട്ടിടം സീൽ ചെയ്ത് പോലീസ്. കെട്ടിട ഉടമയ്ക്കെതിരെ അന്വേഷണം നടത്തും. സംഘത്തിലെ ഒരാൾ നടത്തിയിരുന്ന ജിമ്മും അടച്ചുപൂട്ടി. റീൽ ചിത്രീകരിച്ച ഗുണ്ടകളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തുന്നതും പോലീസിന്റെ പരിഗണനയിലുണ്ട്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് കോളേജ് ജംഗ്ഷന് സമീപം ഓഫീസ് തുറക്കാൻ പദ്ധതിയിട്ടത്. ഓഫീസ് തുറക്കുന്നതിന് മുന്നോടിയായി ഗുണ്ടകൾ യോഗം ചേർന്നു. തോക്ക് ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായാണ് യോഗത്തിന് ഗുണ്ടകൾ എത്തിയത്. സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം. സംസ്ഥാനത്ത് വീണ്ടും ഹൃദയമാറ്റം. അപകടത്തിൽ മസ്തിഷ്കമരണം സംഭവിച്ച തിരുവനന്തപുരം സ്വദേശിയായ 33-കാരനായ കൃഷ്ണലാലിന്റെ ഹൃദയം ദാനം ചെയ്യും. ഹൃദയം കിംസിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കും. ഇക്കഴിഞ്ഞ 1-ാം തീയതിയാണ് അദ്ദേഹത്തിന് അപകടമുണ്ടായത്. രാത്രി സാധനങ്ങൾ വാങ്ങാൻ സൈക്കിളിൽ പോകവെ കാറിടിക്കുകയായിരുന്നു. തുടർന്ന് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കൃഷ്ണലാലിന് ഇന്നലെയാണ് മസ്തിഷ്കമരണം സംഭവിച്ചത്. വെൽഡിംഗ് ജീവനക്കാരനാണ്. പണം കൈപ്പറ്റിയെന്ന ആരോപണം. മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് KC വേണുഗോപാൽ. തെരഞ്ഞെടുപ്പ് ലക്ഷ്യത്തോടെ തികച്ചും അടിസ്ഥാനരഹിതമായ വ്യാജാരോപണം ഉന്നയിച്ച ഹരിയാന സ്വദേശി ഗൗരവ് കുമാറിനെതിരെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. 2026-ലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ആരോപണമെന്നും തന്റെ സത്കീർത്തിയും പ്രതിച്ഛായയും തകർക്കുകയാണ് ലക്ഷ്യമെന്നും KC വേണുഗോപാൽ പരാതിയിൽ പറയുന്നു. കുന്ദമംഗലം സ്ഫോടനത്തിൽ ഒരാൾ അറസ്റ്റിൽ. കുന്ദമംഗലം കൂരിക്കുത്തൂരിൽ പടക്ക നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ 2 പേർ മരിച്ച സംഭവത്തിൽ നിർണായക അറസ്റ്റുമായി പോലീസ്. മുണ്ടിക്കൻതാനം സ്വദേശി വിഷ്ണുവിനെയാണ് കുന്ദമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. അനധികൃത പടക്ക നിർമ്മാണത്തിനായി വീട് വാടക എടുത്തിരുന്നത് ഇയാളാണ്. അപകട സമയത്ത് ഇയാൾ സ്ഥലത്തുണ്ടായിരുന്നു. പരിക്കേറ്റ വിഷ്ണുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കെ ശനിയാഴ്ച തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഞായറാഴ്ച രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തി.